കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ്. അതായത് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ, അതായത് കുഞ്ഞായിരിക്കുമ്പോൾ ജനറ്റിക്കലി വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്, സൈനോട്ടിക്കും ഉണ്ട് അസൈനോട്ടിക്കും ഉണ്ട്. സൈനോട്ടിക് എന്ന് പറയുന്നത് ഈ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ച് ബ്ലൂയിഷ് കളറാവും, അതായത് സൈനോസിസ് വരും. അസൈനോട്ടിക് എന്ന് പറയുന്നത് ഈ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈനോസിസ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് പ്രത്യേകിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലെ അസൈനോട്ടിക് കണ്ടീഷനാണ് TOF, അതായത് ടെട്രോളജി ഓഫ് ഫാലറ്റ്, ട്രൈകസ്പിഡ് എട്രീഷ്യ, അതുപോലെ തന്നെ ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ASD, VSD. അതിൽ ആദ്യത്തെ കണ്ടീഷൻ TOF, അതായത് ടെട്രോളജി ഓഫ് ഫാലറ്റ്. ടെട്ര എന്ന് പറയുന്നത് എന്താ, 4. അപ്പോൾ ഇറ്റ് ഈസ് എൻ അംബ്രല്ല ടേം ദാറ്റ് എൻകംപാസസ് 4 അനാട്ടമിക്കൽ അബ്നോർമാലിറ്റീസ് ആണ് അവിടെ പറയുന്നത്. VSD, അതായത് വെൻട്രിക്കുലർ സെപ്റ്റം ഡിഫക്റ്റ്, 2 വെൻട്രിക്കിൾസ് ഇടയിലുള്ള സെപ്റ്റത്തിന് എന്തോ പ്രശ്നം വന്നു, അതാണ് VSD. രണ്ടാമത്തെ പൾമണറി സ്റ്റീനോസിസ് എന്ന് പറയും. പൾമണറി സ്റ്റീനോസിസ്, അതായത് പൾമണറി ആർട്ടറിക്ക് സ്റ്റീനോസിസ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, അതായത് റൈറ്റ് വെൻട്രിക്കിൾസിൻ്റെ മസിൽസ് ഹൈപ്പർട്രോഫി ആയിട്ട് വളർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെക്സ്ട്രോ പൊസിഷൻ ഓഫ് ദ അയോട്ടയുടെ പൊസിഷൻ മാറിക്കിടക്കുക. ഈ ഒരു 4 അനാട്ടമിക്കൽ അബ്നോർമാലിറ്റീസ് ആണ് TOFിലുള്ളത്. ഈ ഫിഗർ കണ്ടത് നീ പേടിക്കണ്ട, ഇത് നിനക്ക് അറിയാവുന്ന, ഓൾറെഡി അറിയണ കാര്യമാണ്. റൈറ്റ് ഏട്രിയം, ഹാർട്ടിൽ റൈറ്റ് ഏട്രിയ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതിന് നോർമലി ബ്ലഡ് ഈ ഒരു ഇതിൽ കൂടെ വന്ന് റൈറ്റ് ഏട്രിയത്തിലേക്കൂടെ പോയിട്ട് റൈറ്റ് വെൻട്രിക്കിളിലേക്കൂടെ വന്നിട്ട് പൾമണറി വെയിൻ വഴി ലങ്സ് വഴി പോയിട്ട് ഇങ്ങനെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരും, ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും, അയോട്ട വഴി ബോഡിയിലേക്ക് പോകും, നല്ല ഓക്സിജൻ. പക്ഷേ ഈ ഒരു കേസിൽ, അതായത് ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറഞ്ഞൊരു ഈ ഒരു കേസിൽ ഈ ഒരു സംഭവം, അതായത് പൾമണറി വെയിൻ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് പൾമണറി ആർട്ടറി, ഇവിടെ സ്റ്റീനോസിസ് എന്നാണ് ഈ ഒരു വാക്ക്. സ്റ്റീനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു, ഇപ്പോൾ നമ്മുടെ പൈപ്പൊക്കെ ഇല്ലേ, പൈപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ എത്തിച്ച് കറയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അടിഞ്ഞുകൂടും. എന്നിട്ട് അതിൻ്റെ ആ ഒരു അളവ് കുറയും. അപ്പോൾ നമുക്ക് ഇത്രയും ബ്ലഡ് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തേക്കടെ ഈ ഒരു നാരോ പോർഷനിലൂടെയാണ് ബ്ലഡ് പോകണുള്ളൂ. അപ്പോൾ എന്താണ് പറ്റുക, ഈ ബ്ലഡൊക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ എന്ത് പറ്റും, ഈ ബ്ലഡ് ഇതിൽ കൂടെ പോയിട്ട് ഇവിടെ ഒരു ഓട്ടോ ഓൾറെഡി ഉണ്ട്, അതായത് അബ്നോർമലാണ്, VSD എന്ന് പറയും, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്. ഇത് രണ്ടും വെൻട്രിക്കിളാണ്, അതിന് നടുക്കുള്ള ഇതിനെയാണ് സെപ്റ്റം എന്ന് പറയുക. അതിനൊരു ഡിഫക്റ്റ് വന്നു, അതിനെയാണ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടയാണ്. അപ്പോൾ ഈ ഓട്ടയൊക്കെ എന്ത് ചെയ്യും, ഈ ബ്ലഡ് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതിൽ കൂടെ ബ്ലഡ് പോകാൻ പറ്റില്ല. പൾമണറി ആർട്ടറി ഇങ്ങനെ സ്റ്റീനോസിസ് ചെയ്ത കാരണം ഇതിൽ കൂടെ ബ്ലഡ് അതിങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ബ്ലഡൊക്കെ കെട്ടിക്കിടക്കും. അപ്പോൾ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ വരും, എന്ത് പറ്റും, ബ്ലഡ് ഇങ്ങനെ കട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ഈ റൈറ്റ് വെൻട്രിക്കിൾ എന്ത് പറ്റും, വെൽഡാവും. അതായത് ഇങ്ങനെ ഇപ്പോൾ ബലൂണിൽ കുറേ വെള്ളം വിറപ്പിച്ച് എന്ത് പറ്റും, ബലൂൺ അങ്ങനെ വെൽഡാവും. അപ്പോൾ അതേപോലെ തന്നെ റൈറ്റ് വെൻട്രിക്കിൾ എന്ത് പറ്റും, ഹൈപ്പർട്രോഫീഡ് ആവും. അപ്പോൾ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ആവും. അപ്പോൾ പൾമണറി സ്റ്റീനോസിസ് കാരണം എന്ത് വന്നു, VSD വന്നു, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അടുത്തതായിട്ട് നമുക്ക് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസും ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസും ആണ്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ ബ്ലൂ സ്പെൽ അല്ലെങ്കിൽ ടെറ്റ് സ്പെൽസ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലൗഡ് ഹാർഷ് സിസ്റ്റോളിക് മർമർ നമുക്ക് കേൾക്കാൻ പറ്റും. ക്ലബിംഗ് ഓഫ് ഫിംഗേഴ്സ് ഉണ്ടാവും. സൈനോസിസ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈനോസിസും അസൈനോട്ടിക് കണ്ടീഷനാണ്. അതിൽ സൈനോട്ടിക് കണ്ടീഷനിലാണ് ടഫ് വരുന്നത്. പിന്നെ അടുത്തത് പൊസിഷൻ, ഇൻഫൻ്റ് ആണെങ്കിൽ നീച്ചസ്റ്റ് പൊസിഷനിലും ചിൽഡ്രൻ ആണെങ്കിൽ സ്ക്വാട്ടിംഗ് പൊസിഷനിലും ആണ് ഉണ്ടായിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്. ECG എന്താ കാണിക്കുക, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി കാണിക്കുക, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അത്. പിന്നെ റിട്രോഗ്രാം എന്ന് പറയുന്നത് ബോർഡ് ഷേപ്ഡ് ഹാർട്ട് നമുക്ക് കാണിക്കും. എൻലാർജ്ഡ് ആയിട്ടുള്ള റൈറ്റ് ഏട്രിയവും വെൻട്രിക്കിളും, അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ലെഫ്റ്റ് ഏട്രിയവും വെൻട്രിക്കിളും. കാർഡിയാക് കത്തീട്രൈസേഷനിൽ ഹൈപ്പർ ടെൻഷൻ റൈറ്റ് വെൻട്രിക്കിളിലും, ലോ പ്രഷർ എവിടെയാണ്, പൾമണറി ആർട്ടറിയിലും. ഓക്കെ, നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് TOF എന്ന് പറയുമ്പോൾ 2 മാനേജ്മെൻറ്റാണുള്ളത്. എന്താ, മെഡിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സർജിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട്. മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആസ് വി ഓൾറെഡി നോ, നമ്മൾ മരുന്ന് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാൻ നോക്കും. ആ മരുന്നിൻ്റെ പേരാണെന്ത്, പ്രോസ്റ്റാഗ്ലാൻഡിൻ E1. എന്തിനാണ്, ടു കീപ് ദ ഡക്ടസ് ആർട്ടീരിയോസസ് പേറ്റൻറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം, നമ്മുടെ ഹാർട്ടില്ലേ, ഇത് നമ്മുടെ ഹാർട്ടാണെന്ന് നമ്മൾ വിചാരിക്കുക. ഇതെന്താണ്, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതെന്താണ്, പൾമണറി ആർട്ടറി, ഇത് അയോട്ട.
നമ്മൾ കുട്ടി, അതായത് ഇൻഫൻ്റ്, ഈ ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത്, അതായത് അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു 2 ഭാഗം തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും, ചെറിയൊരു ട്യൂബ് ഉണ്ടാവും. ഇതിന് പറയുന്ന പേരാണെന്ത്? ഡക്ടസ് ആർട്ടീരിയോസസ്. ഓക്കെ, ഡക്ടസ് ആർട്ടീരിയോസസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ, അതായത് TOF എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിൽ എന്താണ് പറ്റുന്നത്? ഇവിടെ സ്റ്റീനോസിസ് ആയി, അതായത് ഇങ്ങനെ ആയിട്ട് ബ്ലഡ് ഫ്ലോ ഇതിൽക്കൂടെ നടക്കണില്ല. അപ്പോൾ ഇതിൽക്കൂടെ ബ്ലഡ് പോകുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒരു ഓട്ട ഉണ്ടായി, ബ്ലഡ് ഇതിൽക്കൂടെ പോയി, ഇവിടെ കുറേ ബ്ലഡാവും. ഇവിടെ ഓൾറെഡി ഇതിൽക്കൂടെ വരുന്ന ബ്ലഡ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ ബ്ലഡായിട്ട് അയോട്ടയിൽ കുറേ ബ്ലഡാവും. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ബ്ലഡ് ആവണേ, ഇത് ഇങ്ങോട്ട് ബ്ലഡ് തിരിച്ചു വിട്ടാൽ ഇതെന്താണ്? ലങ്സിലേക്ക് പോണ സ്ഥലമാണ്. ഇതെന്താണ്? പൾമനറി ആർട്ടറിയാണ്. പൾമനറി ആർട്ടറി എന്ന് പറയുന്നത് ഈ ട്യൂബ് എവിടേക്കാണ് പോണത്? ലങ്സിലേക്ക് പോകണത് എന്താണ്? ഓക്സിജനേറ്റഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബ്ലഡ് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്? ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ്. ഡീഓക്സിജനേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കതിന് ബ്ലൂ കളറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഡീഓക്സിജനേറ്റഡ് ആണ് വരുന്നത്. ഡീഓക്സിജനേറ്റഡ് വന്ന് ഇതിൽക്കൂടെ പോയി ലങ്സിൽ പോകുമ്പോഴാണ് എന്താവുള്ളൂ? ഓക്സിജനായിട്ട് മാറുള്ളൂ. അപ്പോൾ ഇത് ഇതിൽക്കൂടെയാണ് പോയിട്ട് അയോട്ട വഴി ബോഡിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഈ ഒരു ഡക്ടസ് ആർട്ടീരിയോസസ്, ഈ ഒരു ട്യൂബ് ഞാൻ പറഞ്ഞു ഇൻഫൻ്റ്, അതായത് ഈ ഫീറ്റസ് ആയിരിക്കും, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ ഡക്ടസ് ആർട്ടീരിയോസസ് ഉണ്ടാവും. അത് കൊച്ചു ജനിച്ച് ഫസ്റ്റ് ക്രൈ, പിന്നെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് ക്ലോസ് ആവും. അപ്പോൾ അത് ക്ലോസ് ആവാണ്ട് നമ്മൾ നോക്കണതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 എന്ന് പറഞ്ഞൊരു മരുന്ന്. പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 എന്ന് പറഞ്ഞൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡക്റ്റ് അതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഈ ഒരു ഡക്റ്റ് അതേപോലെ നിന്ന് എന്താ ഗുണം? നമ്മൾക്ക് ഈ ഓട്ടയിൽ കൂടെ പോണ ഈ ഒരു ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഇതിൽക്കൂടെ തിരിച്ചു വരും. അപ്പോൾ എന്താ ഗുണം? തിരിച്ചു പോയിട്ട് ലങ്സിൽ പോയിട്ട് ഓക്സിജനേറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് പോയി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുള്ളതുകൊണ്ട് നമ്മൾ എന്ത് വരും? ഈ ഒരു മരുന്ന് നമ്മൾ കഴിക്കും. അപ്പോൾ എന്താണ്? മെഡിക്കൽ മാനേജ്മെൻറ്റിൽ നമ്മൾ പറയാം പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 ടു കീപ് ദ ഡക്ടസ് ആർട്ടീരിയോസസ് പേറ്റൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത്? ഡക്ടസ് ആർട്ടീരിയോസ്, ഞാൻ പറഞ്ഞു ഇതെന്താണ്? ഡക്ടസ് ആർട്ടീരിയോസസ് പേറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അത് അതേപോലെ നിലനിർത്താൻ ഈ ഒരു മരുന്ന് നമ്മൾ കഴിക്കാം. till the child becomes stabilized and strong enough to undergo surgery. അതായത് കൊച്ചു ജനിക്കുമ്പോൾ തന്നെ നമ്മൾ സർജറി ചെയ്യില്ല. അപ്പോൾ കുറച്ചും ഉഷാറാവണം വരെ നമ്മൾ മരുന്ന്, ഏത് മരുന്ന് കൊടുത്താണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഈ മരുന്നാണ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഏതാണ്? പ്രോസ്റ്റാഗ്ലാൻഡിൻ E1. ഇനി അടുത്താണ് സർജിക്കൽ മാനേജ്മെൻറ്റ്. 2 തരത്തിലുള്ള സർജിക്കലാണുള്ളത്. പാലിയേറ്റീവ് പ്രൊസീജിയർ, പിന്നെ അതുപോലെ തന്നെ കറക്റ്റീവ് പ്രൊസീജിയർ. പാലിയേറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ ചെയ്ത് ഇങ്ങനെ കറക്റ്റാക്കാം. അതിലാണെന്താ? പൾമനറി അനാസ്റ്റമോസിസ്, ബ്രോക്സ് പ്രൊസീജിയേഴ്സ് വരുന്നത്. പിന്നെ കറക്റ്റീവ് പ്രൊസീജിയർ വേറെ. അതിലെ നമ്മൾ പറഞ്ഞ പാലിയേറ്റീവ് പ്രൊസീജിയറിൽ വരുന്ന ഒന്നാമത്തെയാണ് പൾമനറി അനാസ്റ്റമോസിസ്. പൾമനറി അനാസ്റ്റമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണം ഉണ്ട്. മോഡിഫൈഡ് ബ്ലാലോക്ക് ടൗസിങ് ഷണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാസ്തമോസിസ് ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ആൻഡ് പൾമനറി ആർട്ടറി ബൈ യൂസിങ് എ ഗോർട്ടെക്സ് ഗ്രാഫ്റ്റ്. അതായത് നമ്മൾ പറഞ്ഞ് ഒന്നും കൂടെ വരയ്ക്കാം. നമ്മുടെ ഹാർട്ട് ഇത് നമ്മുടെ പൾമനറി ആർട്ടറി ഇങ്ങനെ പോകുന്നു. നമ്മുടെ ഇത് അയോട്ടയാണെന്ന് വിചാരിക്കാം. അയോട്ട ഇങ്ങനെ പോയി, ഐ മീൻ ഇങ്ങനെ ഡിസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട, അസെൻഡിങ് അയോട്ട, ഇതിങ്ങനെ എല്ലാ സ്ട്രക്ചറും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അയോട്ട ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ പൾമനറി ആർട്ടറിയും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറിയും തമ്മിൽ ഇങ്ങനൊരു ബന്ധം കണ്ടോ? അനാസ്തമോസിസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബന്ധം വെക്കാണ്. ദ അനാസ്തമോസിസ് ബിറ്റ്വീൻ ദി പൾമനറി ആർട്ടറി ആൻഡ് റൈറ്റ് ഓർ ലെഫ്റ്റ് സബ്ക്ലേവിയൻ. ഇതാണ് സബ്ക്ലേവിയൻ ആർട്ടറി. അയോട്ടയുടെ ഇതാണ് റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറി. അത് തമ്മിലുള്ള അനാസ്തമോസിസിന് പറയുന്ന പേരാണ്, അങ്ങനത്തെ ഒരു പ്രൊസീജിയറിൻ്റെ പേരാണ് മോഡിഫൈഡ് ബ്ലാലോക്ക് ടൗസിങ് ഷണ്ട്. പിന്നെ അടുത്തതാണ് പോർട്സ് ഷണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് എ ഷണ്ട് ബിറ്റ്വീൻ അപ്പർ ഡിസെൻഡിങ് അയോട്ട ആൻഡ് ലെഫ്റ്റ് പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി 2ആയിട്ട് പിന്നെ വിഭജിക്കുന്നുണ്ട്. അതായത് പൾമനറി ആർട്ടറി റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. ഇത് റൈറ്റ് പൾമനറി ആർട്ടറി, ഇത് ലെഫ്റ്റ് പൾമനറി ആർട്ടറി. ലെഫ്റ്റ് പൾമനറി ആർട്ടറിയും എന്താ പറയണേ? ഡിസെൻഡിങ് അയോട്ട. ഇതെന്താണ്? അസെൻഡിങ് അയോട്ട. ഇത് ഡിസെൻഡിങ് അയോട്ട. അപ്പോൾ ഈ ഡിസെൻഡിങ് അയോട്ടയും തമ്മിലുള്ളൊരു ഷണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു അനാസ്തമോസിസിനെയാണ് എന്ത് പറയുന്നത്? പോർട്സ് ഷണ്ട്.
അപ്പോൾ നമ്മൾ വെറും പൾമനറി ആർട്ടറിയും ലെഫ്റ്റ് ഓർ റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറിയും തമ്മിലുള്ള പറയണതിന് നമ്മൾ മോഡിഫൈഡ് ബ്ലാലോക്ക് ടൗസിങ്സ് ഷണ്ട് എന്ന് പറഞ്ഞ് ലെഫ്റ്റ് പൾമനറി ആർട്ടറിയും ഡിസെൻഡിങ് അയോട്ടയും തമ്മിലുള്ള ഷണ്ടിനെ നമ്മൾ പോട്ട്സ് ഷണ്ട് എന്ന് പറയുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് വാട്ടർസൺ ഷണ്ട്. സൈഡ് ടു സൈഡ് അനാസ്തമോസിസ് ഓഫ് ദ അസെൻഡിങ് അയോട്ട ആൻഡ് റൈറ്റ് പൾമനറി ആർട്ടറി. ഇനി അവിടെ എന്താ ഉള്ളത്? റൈറ്റ് പൾമനറി ആർട്ടറിയും അസെൻഡിങ് അയോട്ടയും. ഇത് രണ്ടും തമ്മിലുള്ള അനാസ്തമോസിനെയാണ്. അതായത് റൈറ്റ് പൾമനറി ആർട്ടറി അസെൻഡിങ് അയോട്ടയും തമ്മിലുള്ള ഷണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർസൺ ഷണ്ട്. ഇതിങ്ങനെ വാട്ടർസൺ ഷണ്ട്. അപ്പോൾ ഇങ്ങനെ നിനക്ക് ഓർത്തിരിക്കാൻ ഒരെളുപ്പമുണ്ട്. ഈ 3 പ്രൊസീജിയേഴ്സ്, അതായത് പൾമനറി അനാസ്തമോസിസുകൾ തമ്മിൽ ഓർത്തിരിക്കാനുള്ളതാണ് ഞാൻ പറയണത്. ഇത് പൾമനറി ആർട്ടറിയും റൈറ്റ് ഓർ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഷണ്ട് ഓർ അനാസ്തമോസിസിനെയാണ് നമ്മളെന്ന് പറയുന്നത് മോഡിഫൈഡ് ബ്ലാലോക്ക് ടൗസിങ്സ് ഷണ്ട്. ഇതൊന്നാമത്തെ. ഇനി അടുത്തത് ലെഫ്റ്റ് പൾമനറി ആർട്ടറിയും അപ്പർ ഡിസെൻഡിങ് അയോട്ടയും തമ്മിലുള്ള അനാസ്തമോസിസ് ആണെങ്കിൽ നമ്മളെന്ത് പറയും? പോട്ട്സ് ഷണ്ട്. ഇനി അടുത്തത് റൈറ്റ് പൾമനറി ആർട്ടറിയും അസെൻഡിങ് അയോട്ടയും ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? വാട്ടർസ്റ്റൺ ഷണ്ട്. ഇതാണെന്ത്? ഇത്രയും കാര്യങ്ങളാണെന്ത് പൾമനറി അനാസ്റ്റമോസിസിൽ വരുന്ന 3 അപ്പോൾ ഇത്രയാണ് 3 കാര്യങ്ങൾ. എന്തിൻ്റെയാണ് ഇത്? 3 മോഡിഫൈഡ് ബ്ലാലോക്ക് ടൗസിങ് ഷണ്ട്, പോട്ട്സ് ഷണ്ട്, വാട്ടർസ്റ്റൺ ഷണ്ടാണ് പൾമനറി അനാസ്തമോസിസിൽ വരുന്നത്. പിന്നെ അടുത്ത് ബ്രോക്ക് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ഓപ്പറേഷൻ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾമനറി വാൽവോട്ടമി നടത്തിയിട്ട് ആ സ്റ്റീനോസിസിനെ കളയുക. അതായത് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സ്റ്റീനോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് പോലെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊസീജിയറിൽ ഈ ഒരു ബ്ലോക്കിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ല ക്ലിയർ ആക്കി. അപ്പോൾ ഇതിൽ കൂടെ തന്നെ ബ്ലഡ് വരും. അങ്ങനത്തെ പ്രൊസീജിയറിനെയാണ് ബ്രോക്ക് പ്രൊസീജിയർ എന്ന് പറയുന്നത്.